ഭിന്നശേഷിക്കാരായ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ഏറ്റുവാങ്ങിയാണ് സനൂനയുടെ പഠനം. സ്കൂളിലെ മെഡിക്കൽ ക്യാമ്പ് പരിശോധനയിൽ സനൂനയ്ക്ക് ഹൈ BP കണ്ട് അധ്യാപകർ അന്വേഷിച്ചപ്പോഴാണ് ജീവിതാവസ്ഥ പുറം ലോകം അറിഞ്ഞത്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോർക്കുമ്പോൾ 10ാം ക്ലാസ്സുകാരി സനൂനയ്ക്ക് ടെൻഷനാണ്. സ്വന്തമായി വീടില്ല, 3 നേരം ഭക്ഷണമില്ല. എങ്കിലും സനൂന പഠിക്കുകയാണ്, നല്ല നാളേക്ക് വേണ്ടി. കോർപ്പറേഷനിൽ ഒരു പൈസ പാസ്സായിണ്ടേനു 5.25 ലക്ഷം റുപ്യ. അപ്പോൾ ബാക്കി പൈസക്ക് സ്ഥലം വാങ്ങാൻ കൂട്ടണം. അതപ്പോൾ ഞങ്ങളിലില്ല. ഇപ്പോൾ ഒരു വീട് വേണോ, അച്ഛനോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്തിരി സന്തോഷമായിട്ട് ജീവിക്കാൻ. അച്ഛൻ സ്മിജുവിനും അമ്മ ഷിജിനയ്ക്കും കേൾവിയില്ല. മാസങ്ങൾ കൂടുമ്പോൾ കിട്ടുന്ന പെൻഷൻ ഉപയോഗിച്ചാണ് വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 6000 രൂപ വാടക നൽകിയാണ് നിന്നുതിരിയാൻ ഇടമില്ലാത്ത ഈ വീട്ടിൽ സനൂനയും കുഞ്ഞനിയൻ നവനീതും അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. ഞാൻ ഭക്ഷണം കൊണ്ടുപോകില്ല, അമ്മ പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഐദിൻ മർസു എന്ന് അറിയുന്നത്, അവൻ കൊണ്ടുതരില്ല ഒന്നും. പിന്നെ വീട്ടിൽ അവസ്ഥ അവനറിയാം, പിന്നെ ഞാൻ നല്ലോണം കഴിക്കും, അതെല്ലാം അവനറിയാം. അതുകൊണ്ട് അവന് കൊണ്ടുതരും. സ്മിജുവിന് വല്ലപ്പോഴും ലഭിക്കുന്ന വെൽഡിംഗ് ജോലിയാണ് പെൻഷന് പുറമെയുള്ള വരുമാനം. ഷിജിനയ്ക്ക് ഗർഭാശയ രോഗമുണ്ട്. എന്നാൽ സനൂനയുടെ ട്യൂഷൻ ഫീസിനു വേണ്ടി മരുന്ന് കഴിക്കുന്നതും ഷിജിന നിർത്തിയിരിക്കുകയാണ്. എങ്കിലും ഒരു നാൾ എല്ലാ കഷ്ടപ്പാടും മാറുമെന്ന പ്രതീക്ഷയിലാണ് സനൂനയും കുടുംബവും. മനോരമ ന്യൂസ്, കോഴിക്കോട്.